നമസ്കാരം, വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി വിത്ത് അഖില. ഇന്ന് നമുക്ക് ഒരു റീഡിംഗ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കറന്റ് എനർജി എന്താണെന്ന് നമുക്ക് ഇതിൽ നോക്കാം. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അത് ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നും നമുക്ക് ഇതിന് ഈ റീഡിംഗിൽ നിന്ന് നമുക്കിന്ന് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കറന്റ് എനർജി എന്ന് പറയുന്നത് ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുകയാണ്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ന്യായം നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ന്യായം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ന്യായം നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ആ ന്യായം നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ആ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. അപ്പോ ഇതാണ് ഈ എനർജി. ഏതെങ്കിലും തരത്തിൽ ലീഗൽ ഇഷ്യൂസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് കാണാം. ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ജസ്റ്റിസ് ആണ് ഇവിടെ ഫസ്റ്റ് എനർജി ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതില് നെക്സ്റ്റ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് ഇതിനകത്തുനിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വ്യൂവേഴ്സിന്റെ സിറ്റുവേഷൻ എന്താണ്, വ്യൂവേഴ്സിന്റെ പ്രോബ്ലം എന്താണ്, വ്യൂവേഴ്സിന്റെ സിറ്റുവേഷൻ എന്താണ്, എന്തിനാണ് മറ്റേ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത്. ഇവിടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ വരുന്നത് ദ എംപറർ കാർഡ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ എംപറർ എന്ന കാർഡ് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാകാം. മെജോറിറ്റി ആളുകൾക്ക് ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളതോ ഏതെങ്കിലും പദവിയുമായി ബന്ധപ്പെട്ടതോ പവറുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും അധികാരവുമായി ബന്ധപ്പെട്ടതോ ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോ മേ ബി ഇവിടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് മേ ബി എന്തെങ്കിലും പ്രോബ്ലംസ് മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത ജോലിയിൽ നിങ്ങൾക്ക് വേണ്ട ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് കരിയർ റിലേറ്റഡ് ആവാം. ഇതും ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജി എന്ന് പറയുന്നതും ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ് നിൽക്കുന്നത്. ഫിനാൻസ് ആണ് മേ ബി ചില ആളുകൾക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ആവാം. അപ്പോ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി റിലേറ്റഡ് നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അഫക്റ്റഡ് ആയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു ടൈം എന്താ പറയാ, ഈ കാലചക്രം കറങ്ങി വരിക എന്ന് പറയുന്നത് ആണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. മുന്നേ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചവരുടെ സിറ്റുവേഷൻ ഇപ്പൊ മാറി വരുവാണ്. നിങ്ങളുടെ സമയം ഇപ്പോൾ ഇനി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുവാണ് എന്നുള്ളതാണ് ഈ ഫീൽ ഓഫ് ഫോർച്യൂണിൽ നിന്ന് മനസ്സിലാവുന്നത്.
അതായത് കർമ്മ റിലേറ്റഡ് ആണ്. ഇവിടെ എന്തോ ഒരു കാർമിക് ആയിട്ടുള്ള ജസ്റ്റിസ് കാർഡ് വരുമ്പോഴും കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, കർമ്മ റിലേറ്റഡ്, ബാലൻസ്ഡ് ആവേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. വീൽ ഓഫ് ഫോർച്യൂണും കാലചക്രവുമായി ബന്ധപ്പെട്ടതാണ്, കർമ്മ റിലേറ്റഡ് ആണ് പറയുന്നത്. നമ്മൾ പാസ്റ്റിൽ ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് പിന്നീടായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് ആ ടൈമിൽ തന്നെ, ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് കുറച്ച് ടൈം എടുത്താലും നമ്മൾ ചെയ്തത് എന്താണോ അത് നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം, അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും വരും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജസ്റ്റിസ് ഡിസർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് എഗൻസ്റ്റ് നിന്നവരുടെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ മാറുവാണ്. അവര് ട്രബിളിലേക്ക് വരികയും നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു ജസ്റ്റിസ് കിട്ടാൻ ചാൻസ് ഉള്ളതുമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഏഞ്ചൽ കാർഡ്സിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് കൂടി ഇതിനു വേണ്ടി നോക്കാം. യൂണിവേഴ്സ് എന്താണ് പറയുന്നത്, നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ്, ഇവിടുത്തെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കരിയറിലോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ യൂണിവേഴ്സിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്കുള്ളത്, നമുക്ക് ഇതിൽ നിന്ന് ഒരു സിംഗിൾ കാർഡ് എടുത്തു നോക്കാം. ഇതില് ഗൈഡൻസ് വന്നിരിക്കുന്നത് യെസ് കാർഡാണ്. അതായത് ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് യെസ് എന്നാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് അത് വരും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമോ എന്ന്, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമോ എന്ന് നിങ്ങൾ വറീഡ് ആവുന്നുണ്ടെങ്കിൽ യെസ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടിനുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരും എന്നുള്ള ഒരു ബിഗ് യെസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഷുവർട്ടി ആണ് ഇവിടെ പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഞാൻ ഇടുന്ന റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.